नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 27 ഇന്ദ്രസ്തുതി. പേജ് നമ്പർ 257. ഭഗവാനെ, അങ്ങ് പരമ്പൊരുളാണ്. അങ്ങ് പരമപുരുഷനും പരമാത്മാവുമാകയാൽ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അങ്ങ് വാസുദേവപുത്രനാണ്, സർവേശ്വരനായ കൃഷ്ണനാണ്, നിർമ്മല ഭക്തന്മാർക്കു നാഥനാണ്. എൻ്റെ സാഷ്ടാംഗ പ്രണാമം കൈക്കൊണ്ടാലും പരമജ്ഞാനത്തിൻ്റെ മൂർത്തിമത് ഭാവമാണങ്ങ്. ഇഷ്ടമുള്ളിടത്ത് സ്വേച്ഛയാ സ്വീകരിച്ച രൂപത്തോടെ പ്രത്യക്ഷപ്പെടാൻ അങ്ങേക്കു കഴിയും. സൃഷ്ടിയുടെയെല്ലാം മൂലകാരണമാണങ്ങ്. ജീവാത്മാക്കൾക്കെല്ലാം പരമാത്മാവുമാണ്. തികഞ്ഞ അജ്ഞത മൂലം കൊടുങ്കാറ്റും പേമാരിയും സൃഷ്ടിച്ചു വൃന്ദാവനത്തിൽ ഞാൻ വിനാശം വിതയ്ക്കാൻ നോക്കി. എനിക്കുള്ള യാഗത്തിനു വിഘ്നം വരുത്തിയതിൽ വാശി പിടിച്ച് കോപാക്രാന്തനായിട്ടാണ് ഗോകുലം മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഭഗവാനെ, അങ്ങ് എൻ്റെ ദുരഹങ്കാരത്തെ ശമിപ്പിച്ചു. എന്നിൽ കാരുണ്യവർഷം ചൊരിയുകയാണങ്ങ് ചെയ്തത്. അതിനാൽ ഞാൻ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ, അങ്ങ് പരമനിയന്താവു മാത്രമല്ല, ജീവാത്മാക്കളുടെയെല്ലാം പരമാചാര്യനാണ്. ഇപ്രകാരം ഇന്ദ്രൻ്റെ സ്തുതിവചനങ്ങൾ കേട്ടു ഭഗവാൻ കൃഷ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു. എൻ്റെ അഹൈതുകമായ കാരുണ്യം നൽകാനും ഞാൻ നിന്റെ അധിപനാണെന്ന കാര്യം ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് യാഗം മുടക്കിയത്. നിന്റെ മാത്രമല്ല, സർവ്വദേവന്മാരുടെയും അധിപനാണു ഞാൻ. ഞാനാണു സർവേശ്വരനെന്ന കാര്യം സദാ ഓർമ്മ വേണം. നിന്റെ ഭൗതികൈശ്വര്യങ്ങൾക്കെല്ലാം കാരണം എൻ്റെ കാരുണ്യമാണെന്നു മറക്കേണ്ട. രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ഞാനാണ് അധികാരി. എന്തെന്നാൽ ഞാനാണു സർവാധിപതി. എനിക്കുപരി ആരുമില്ല. ദുരഹങ്കാരത്തിനു കീഴ്പ്പെട്ടു പോയവൻ്റെ സർവസമ്പത്തും ഞാൻ തിരിച്ചെടുക്കും. എൻ്റെ അഹൈതുകമായ കാരുണ്യം നൽകാനാണത്. ഭക്തനെ ശരണാർത്ഥിയാക്കി തീർക്കാനായി ചിലപ്പോൾ സമ്പന്നൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ പിൻവലിക്കുമെന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇത് ഭഗവാന്റെ സവിശേഷമായ ഒരാനുകൂല്യമാണ്. ഭൗതികമായി സകല ഐശ്വര്യങ്ങളുമുള്ള ഒരാളെ ചിലപ്പോൾ ഭഗവാൻ പരമദരിദ്രനാക്കി മാറ്റാറുണ്ട്. എന്നാൽ ഭഗവാനെ പൂജിച്ചത് കൊണ്ടാണു ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പരമഭക്തനായ ഒരാൾ
തെറ്റായ കണക്കുകൂട്ടലിൻ്റെ ഫലമായി ഐശ്വര്യമതത്താൽ ഭൗതിക പ്രകൃതിയെ ഗർവോടെ അടക്കി ഭരിക്കാൻ പുറപ്പെട്ടാൽ അവനെ തൻ്റെ ശരണാർത്ഥിയാക്കി തീർക്കാൻ വേണ്ടി അവൻ്റെ സർവ്വൈശ്വര്യങ്ങളും തട്ടിയെടുത്ത് അവനിൽ ഭഗവാൻ കാരുണ്യവർഷം പൊഴിക്കും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രനെ സ്വർലോകത്തേക്ക് യാത്രയാക്കി. പരമ്പൊരുളായ ഭഗവാന്റെ കീഴിലാണ് താനെന്ന കാര്യം ഒരിക്കലും മറക്കരുതെന്നും ഇന്ദ്രനെ ഉപദേശിക്കുകയും ചെയ്തു. ദുരഹങ്കാരത്തിനടിമയാകാതെ സ്വർഗാധിപനായി തന്നെ തുടരാൻ അനുവാദവും നൽകി. ഹരേ കൃഷ്ണ.